അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ വേണം വേണം വേണമെന്ന് പറഞ്ഞിട്ടോ ഇവിടെ ഒന്നും കിട്ടിയില്ലെന്ന് കരഞ്ഞിട്ടോ കാര്യമെന്താണ്? 1956 ഇന്ത്യയിൽ ആദ്യമായിട്ട് എയിംസ് തുടങ്ങുന്നത്. ഡൽഹിയിലാണ് ആദ്യമായി തുടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ കീഴിലാണ് എയിംസ് അനുവദിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 26 എയിംസ് എന്ന് പറയുന്നത് 20 എണ്ണമാണ് വർക്ക് ചെയ്യുന്ന, 6 വർക്ക് തുടങ്ങിയിട്ടില്ല. 26 എയിംസ്. ഇതിൽ 56 ശേഷം 2012 കോൺഗ്രസ് ഗവൺമെന്റ് 7 എയിംസ് കൂടി അനുവദിച്ചത്. അതിനുശേഷം BJP ഗവൺമെന്റ് ആണ് ബാക്കിയുള്ള എയിംസുകൾ അനുവദിച്ചത്. ഇവിടെ പറയുന്ന മാനദണ്ഡങ്ങൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ 5 മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ട് പറയുന്നു. ഒന്നാമതായിട്ട് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 200 ഏക്കർ എന്നാണ്. ഏകദേശം അല്ല, ഫിക്സഡ് ആയിട്ട് 200 ഏക്കർ എന്ന് എവിടെയും പറയുന്നില്ല. അപ്രോക്സിമേറ്റ്ലി 200 ഏക്കർ. 2, ലാൻഡ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ബൈ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ എടുക്കാതെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് പരിപൂർണമായിട്ട് സ്ഥലം കേന്ദ്ര ഗവൺമെന്റ് വിട്ടുകൊടുക്കണം. പിന്നെ 3, സ്യൂട്ടബിൾ പ്ലേസ് ആയിരിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി, അതിനകത്ത് പറഞ്ഞ ജലവും വൈദ്യുതിയും മറ്റ് റോഡും എല്ലാം വരും. ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി. സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ആയിട്ട് തന്നെ ഇത് വേണ്ടും നിയമപരമായ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി ചെയ്തിരിക്കണം. ഇതാണ് പ്രധാനമായിട്ട് പറയുന്ന എയിംസ് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് PMSSY സ്കീമിൽ പറയുന്ന ഇതാണ്. ഇത് നമുക്ക് ഈ നിലവിലുള്ള എയിംസിലേക്ക് നോക്കാം. ഞാൻ പഴയ എയിംസിലേക്ക് പോകുന്നില്ല. 2024 6 എയിംസ് അനുവദിച്ചു. അതിലൊന്ന് ജമ്മു ആൻഡ് കാശ്മീർ. അവിടെ നിങ്ങൾ പറയും ശരിയാണ്, 200 ഏക്കർ സ്ഥലവുമുണ്ട്. രണ്ടാമത്തെ രാജ്കോട്ട് 200 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട്. അത് ഗുജറാത്തിലാണ്. പക്ഷേ 2024 BJP ഗവൺമെന്റ് അനുവദിച്ച റായ്ബറേലി UP-യിലാണ് ഇഷ്ടംപോലെ സ്ഥലമുള്ള സ്ഥലമാണ്. അവിടെ 148 ഏക്കർ ഭൂമിയുള്ള ഇപ്പോൾ റായ്ബറേലിൽ 2024 അനുവദിച്ച് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങി. 50 ഏക്കർ പിന്നീട് പ്രൊവൈഡ് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മംഗലഗിരി ഉണ്ട് ആന്ധ്രാപ്രദേശില്. അവിടെയുള്ളത് 183 ഏക്കറാണ്. ബത്തിൻഡയുണ്ട് പഞ്ചാബില് 177 ഏക്കർ. കല്യാണി വെസ്റ്റ് ബംഗാളിൽ 179.4 ഏക്കർ ഭൂമിയാണ്. ഇപ്പൊ 2024 അനുവദിച്ച 6 എയിംസുകളിൽ 4 എയിംസിന് 200 ഏക്കറിൽ 200 ഏക്കറിൽ താഴെയാണ്. ഇതിന് 150 ഏക്കറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒഡീസയിൽ വരണ നേരത്തെ അനുവദിച്ചാണ് കോൺഗ്രസ് ഗവൺമെന്റ്. അന്ന് ഈ മാനദണ്ഡമുണ്ട്. 100 ഏക്കർ ഭൂമിയേ ഉള്ളൂ. അവർ ഇതുവരെ ബാക്കി 100 ഏക്കറില്ല. അതൊക്കെ പോട്ടെ, പഴയതാണെന്നു. 2012 ഭോപ്പാലിലെ മധ്യപ്രദേശിൽ 143 ഏക്കറേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ 103 ഏക്കറേ ഉള്ളൂ. ഉത്തരാഖണ്ഡിലെ എയിംസിനകത്ത് 170 ഏക്കറേ ഉള്ളൂ. ഇതൊക്കെ 2012 അപ്പൊ 2024 അനുവദിച്ച 6 എയിംസിൽ 4 എയിംസുകളിൽ 200 ഏക്കറിൽ താഴെയാണ് ഭൂമി. ബാക്കി പിന്നീട് പ്രൊവൈഡ് ചെയ്തൊരു ക്ലാസ് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഭൂമി അനുവദിക്കണം. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് ഭൂമിയുടെ ദൗർലഭ്യമാണ്. വളരെ കുറച്ച് സ്ഥലം മാത്രമുള്ള ഇന്ത്യയിലെ വളരെ ചെറിയ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നേരത്തെ 4 കൊടുത്തിരുന്നു. അന്വേഷിച്ചപ്പോൾ കിനാലൂരിൽ ശരിയാണ് 151.8 ഏക്കർ ഭൂമിയാണ് കിനാരിൽ അനുവദിച്ചിരിക്കുന്നത്. അവിടെ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ട്. ഈ അനുവദിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇതിന് ശേഷം എയിംസിന്റെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ റോഡ്, വൈദ്യുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുവദിച്ചത് പിന്നീടാണ്. ഇന്ന് പ്രധാനമായിട്ട് UP-യിൽ ഒരു വാർത്ത വന്നിരിക്കുന്ന അരവിന്ദ് കുമാർ ശർമ്മ, അവിടുത്തെ പവർ മിനിസ്റ്റർ. അവിടെ 3 മണിക്കൂർ പവർ കട്ടാണ്. ഹൈടെൻഷൻ വ്യവസായങ്ങൾ പലതും അവിടെ പ്രവർത്തിക്കുന്നതിലാരും വൈദ്യുതി ഇല്ലാതെ. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായിട്ട് 10 മിനിറ്റ് പോലും പവർ കട്ട് ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ്. ഇവിടുത്തെ ഒരു വ്യവസായ സ്ഥാപനങ്ങളും വൈദ്യുതി ഇല്ലാതെ കിടക്കുന്നില്ല. റോഡ് ഗതാഗതമില്ലാതെ പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ഇപ്പൊ വിഴിഞ്ഞം പോർട്ടോട് വരുമ്പോൾ അവിടെ ശരിയായിരുന്നു. ആ പോർട്ട് വരുമ്പോഴും റോഡ് ഗതാഗതം വളരെ ലോജിസ്റ്റിക് എന്നാൽ വലിയ വലിയ വണ്ടികൾ പോകുന്നതാണ്. അതെല്ലാം മാറ്റിക്കഴിഞ്ഞു. വിഴിഞ്ഞം പോർട്ടായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇതിൽ കേരളത്തോടുള്ള ഒരു വിവേചനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. മറ്റ് പല സ്റ്റേറ്റുകൾക്കും 200 ഏക്കർ ബാധകമല്ല, അവർക്ക് അനുവദിക്കാം. കേരളത്തിന് മാത്രം അത് അപ്രോക്സിമേറ്റ്ലി 200 ഏക്കർ എന്ന് പറയുന്ന ഒരേ ഒരു ക്രൈറ്റീരിയയിൽ നിന്നുകൊണ്ട് അനുവദിക്കാതിരിക്കുക. 4 സ്ഥലങ്ങൾ 3-4 സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കേന്ദ്രത്തിന് ഏത് സ്ഥലത്ത് വേണമെങ്കിലും അനുവദിക്കാം. അപ്പോൾ ഇത് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശശുദ്ധി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 143 ഏക്കറിനകത്ത് അനുവദിക്കും, 152 ഏക്കറിനകത്ത് അനുവദിക്കാം. അല്ല, ഒന്ന് ഇടപെട്ടോട്ടെ പ്രജിത്ത്, അതാണോ മാനദണ്ഡം? ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അങ്ങനെയാണോ?
ഇത് ചലഞ്ച് മെത്തേഡിലൂടെയാണ് എയിംസുകൾക്കുള്ള അനുമതി പലപ്പോഴും വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അടക്കം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുമ്പോഴും അത് 200 ഏക്കർ എന്നുള്ള ഒരു ക്രൈറ്റീരിയ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ വളരെ കാര്യമായി തന്നെ എടുക്കും എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഈ സ്ഥലങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ കിനാലൂരിലെ സ്ഥലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പരിഗണിച്ച മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ കേരളത്തിൽ പരിഗണിച്ച മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ അതിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ 4 വരി പാതയുമായിട്ടുള്ള അടുത്ത ബന്ധമാണെങ്കിലും ശരി, അതോടുള്ള അടക്കമുള്ള കുടിവെള്ള സ്രോതസ് അടക്കമുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, വൈദ്യുതിയുടെ കാര്യങ്ങളാണെങ്കിലും ശരി, എല്ലാം വളരെ മുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ 200 ഏക്കർ എന്നുള്ള ക്രൈറ്റീരിയ അതിൻ്റെ ആ ഒരു ലിമിറ്റ് പോലും പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ നെട്ടുകാൽത്തേരിയിലെ സ്ഥലമാണെങ്കിൽ ഏതാണ്ട് 263 264 ഏക്കർ വരുന്നു. HMDയുടെ സ്ഥലം 200 ഏക്കറിൽ പുറത്തു വരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കൈവശമുള്ളത് എന്ന രീതിയിൽ 2014 കണ്ടെത്തിയ സ്ഥലവും ഏതാണ്ട് 200 മുകളിൽ പോകുന്ന കൂടുതൽ സ്ഥലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ കൂടുതൽ സ്ഥലമുള്ള 3 സ്ഥലങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഭൂമിയുള്ള 3 സ്ഥലങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കിനാലൂർ എന്ന് പറയുന്ന ഈ 150 ഏക്കർ മാത്രം സ്ഥലമുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു ഭാഗത്തേക്ക് ഈ എയിംസിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് കൃഷ്ണരാജ ഇതിൽ ദഹിക്കാത്തൊരു കാര്യമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ മുകളിൽ സൂചിപ്പിച്ച ഭൂമികളൊന്നും തന്നെ പുതിയതായി ഏതെങ്കിലും രീതിയിലുള്ള ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് 2014 തന്നെ തിരിച്ചറിഞ്ഞതാണ്. ജയിൽ വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമി, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ കൈവശമുള്ള ഭൂമി, അല്ലെങ്കിൽ HMTയുടെ കൈവശം ഇരിക്കുന്ന ഭൂമി എന്നിങ്ങനെ കൃത്യമായി പുറത്തുനിന്ന് പൊതുജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോഴാണ് ഇനി ഭൂമി കണ്ടെത്തണമെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നടക്കം ഭൂമി ഏറ്റെടുക്കണം എന്ന് തന്നെ സർക്കാരിന് അറിയാവുന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ ഈ പറയുന്ന രീതിയിൽ ഇതുവരെയും ഈ പറയുന്ന രീതിയിലുള്ള വലിയ വികസനങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രദേശവാസികൾ പോലും ഇന്ന് നമ്മളോട് സംസാരിച്ചതാണ് എങ്ങനെയാണ് സർക്കാർ അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിലും അടിസ്ഥാന സൗകര്യ വികസനമുള്ള, ഇതിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഭൂമി ലഭ്യമായിട്ടുള്ള 3 മേഖലകൾ ഒഴിച്ചിട്ടിട്ട് എന്തുകൊണ്ട് കിനാലൂരിലേക്ക് മാത്രം ഈ എയിംസ് പറിച്ചു നടാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ്.